അതേ പരിശുദ്ധ ഖുർആനിലെ ആയത്തോതിക്കൊണ്ടാണ് അയാൾ സമർത്ഥിക്കുന്നത്. ഖുർആനിലൊരായത്തുണ്ട്, നബിയേ എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണ്. എൻ്റെ അടുത്തേക്ക് വരാൻ വേറെ ആരും വേണ്ട എന്ന് പറയുന്ന ആയത്താണത്. അതേ ആയത്തെടുത്തിട്ട് ഈ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ച വാചകം കേട്ടോളൂ നിങ്ങൾ. തുടക്കത്തിൽ വൈദാസ അലക്ക എന്നുണ്ടല്ലോ, നബിയെ താങ്കളോട് ചോദിച്ചാൽ. അപ്പൊ എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ എന്ന പ്രയോഗത്തിൽ എന്ന് തന്നെ മനസ്സിലാകുന്നത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ നബിയോട് ചോദിക്കും എന്നാണ്. യഥാർത്ഥ അടിമകളാകണമെങ്കിൽ അള്ളാഹിനോട് ചോദിക്കും മുമ്പ് നബിയോടാണ് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിക്കാത്തവർക്ക് അടുപ്പമോ ഉത്തരമോ ലഭിക്കില്ലെന്ന് തന്നെ ഇതിൽ വ്യക്തമാകുന്നു. നോക്കണം നിങ്ങൾ, റഹ്മാനായ റബ്ബിന്റെ വാചകം എടുത്തുദ്ധരിച്ചിട്ടാണ് ഈ ദുർവ്യാഖ്യാനിക്കുന്നത്. ഖുർആനിന്റെ പേരിൽ കളവ് പറയുകയാണ്. അള്ളാഹുവിൻ്റെ അടുപ്പം കിട്ടണമെങ്കിൽ, അള്ളാഹു നമുക്ക് ഉത്തരം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ റസൂലുള്ളാഹിനോട് പറയണം. അതിനാണത്രേ ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ലാതേറി ഞാൻ അങ്ങയോട് അന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. കണക്കല്ലാത്ത തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തു പോയി നബിയേ, അങ്ങയോട് ഞാൻ ആവലാതി പറയുകയാണ്, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് മുത്ത് മുസ്തഫയോട് ചോദിക്കാൻ മൗലിദിൽ ആവശ്യപ്പെടുന്നു. ഓ പ്രിയമുള്ളവരെ, മുത്തുനബിയുടെ മദ്ഹല്ലേ ഞങ്ങൾ പറയുന്നത്? നിങ്ങൾ മൗലിദിൻ്റെ വിരോധികളാണ്, ഞങ്ങൾ മുത്തുനബിയെ പ്രശംസിക്കുകയല്ലേ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അർത്ഥമൊന്ന് ചിന്തിക്കോ. തെറ്റുകൾ പറ്റിയവരോട് മുത്ത് മുസ്തഫ പറഞ്ഞതെന്താ? നീ അള്ളാഹിനോട് പാപമോചനം തേടിക്കോ, അതിന് പകരം നീ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോ എന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നുവോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമുക്കിത് സാധ്യമാവുക? സുബ്ഹാനല്ലാഹ്, അല്ലാഹ് ബഹുമാനിച്ച കഅബയെ ബഹുമാനിച്ച ആ ശിർക്കായി പോകുന്നു പേടിക്കുന്നവരുണ്ട്. മുജാഹിദിന്റെ ഒരു അൽമനാർ പത്രം ഞാനിപ്പോൾ വരുമ്പോൾ എനിക്കതിൻ്റെ ഒരു കോപ്പി കിട്ടി. അതിൽ പറയുന്നത് എന്താണ്? കഅബയെ ബഹുമാനിച്ചാൽ ശിർക്കായി പോകുന്നുള്ള പേടിയാണ്. ഇതിൽ എഴുതിയത് ഇങ്ങനെയാണ്: സുബ്ഹാനല്ലാഹ്, കഅബ, മസ്ജിദുൽ ഹറാം, ഹജറുൽ അസ്വദ്, സംസം കിണർ, മസ്ജിദുൻ നബവി, നബിയുടെ ഖബർ, മക്കയിലെയും മദീനയിലെയും ഖബർസ്ഥാനുകൾ, ചരിത്രപ്രധാന സ്ഥലങ്ങൾ, രണാങ്കണങ്ങൾ തുടങ്ങിയവയോടും ചിലയിടങ്ങളിലെ മണ്ണിനോട് പോലും കാണിക്കുന്ന അമിതാവേശവും താല്പര്യവും അവയെ ആരാധ്യ വസ്തുക്കളായി ഗണിക്കുന്നിടത്തോളം താണു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശിർക്ക് സംഭവിക്കാനിടയുമുണ്ട്. കഅബ ശരീഫിനെ ഇങ്ങനെ ചുറ്റുകയാണ് മുസ്ലിമീങ്ങൾ. അത് ശിർക്കായി പോകുന്നുള്ള പേടിയാണ് മുജാഹിദിന്. കാരണം അതൊരു ആരാധനയാവൂലേ എന്നുള്ള പേടിയാണ്. കഅബയെ കാണുമ്പോൾ പൊട്ടിക്കരയുന്നവരുണ്ട്. കഅബയിലേക്ക് നെഞ്ഞ് ചേർത്ത് പിടിച്ച് പടച്ചവരോട് പൊട്ടിക്കരയുന്നവരുണ്ട്. കഅബ ശരീഫിന്റെ മൂലയിലുള്ള ഹജറുൽ അസ്വദ് ചുംബിക്കുന്നവരും തൊട്ട് മണക്കുന്നവരുമുണ്ട്. അതെ, അതൊക്കെ ശിർക്കായി പോകുന്നുള്ള പേടിയാണ് മുജാഹിദിന്. അവരതുകൊണ്ട് നിർത്തിയില്ല. ലോകത്തുള്ള മുസ്ലിമീങ്ങളെ ഹജ്ജിനെ കുറിച്ച് അവർ പറയാണ്, അവരുടെ ഹജ്ജ് ആർക്കെല്ലാമോ പൂജയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പലതിനെയും പൂജിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞ് മുഖ്യധാരാ മുസ്ലിമീങ്ങളെ സൃഷ്ടികളെ പൂജിക്കുന്നവരാക്കി ചിത്രീകരിച്ച് ഈ സമുദായത്തെ നാണം കെടുത്തുകയാണ് പുത്തൻവാദികൾ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആരും ഇതിൽ പെട്ടുപോകരുത്. അവർക്ക് ഖുർആനിൽ വിശ്വാസമുണ്ടെന്ന് തോന്നുന്നില്ല, ഹദീസിൽ വിശ്വാസമുണ്ടെന്ന് തോന്നുന്നില്ല. പടച്ചവന്റെ ഖുർആൻ പറയാണ്, വമൻ യുഅള്ളിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൽ ലഹ്. അല്ലാഹു ബഹുമാനിച്ചതിനെ വല്ലവരും ബഹുമാനിച്ചാൽ ഫഹുവ ഖൈറുൽ ലഹു, അതവർക്ക് ഖൈറാണ് എന്ന് ഖുർആൻ. കഅബയെ ബഹുമാനിക്കണം, ഹജറുൽ അസ്വദിനെ ബഹുമാനിക്കണം, മസ്ജിദുൽ ഹറാമിനെ ബഹുമാനിക്കണം, മസ്ജിദുൻ നബവിയെ ബഹുമാനിക്കണം, റൗദയെ ബഹുമാനിക്കണം. സുബ്ഹാനല്ലാഹ്. ശേഷം പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ വളരെ പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുറാദിന്റെ കൂട്ടത്തിലും അതിനു മുമ്പിലും അള്ളാഹു ഉണ്ടെങ്കിലും അതിന്റെ കൂടിയ ഭാഗം പിടിച്ചടക്കിയിരിക്കുന്നത് മനസ്സിൽ നേരത്തെ ബഹുമാനം പതിഞ്ഞ ചില വ്യക്തികളും സ്ഥലങ്ങളുമാണ്. ഹജ്ജ് എന്ന് കേൾക്കുമ്പോൾ അവരുടെ മനോമുഖരത്തിൽ നാം വിടുന്നത് മുത്തുനബിയും റൗദാ ശരീഫും ബദർ ഉഹദ് ശുഹദാക്കളുടെ ഖബറിടങ്ങളും അലിയാർ ഫാത്തിമ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനുകളും ഒക്കെയാണ്. ഹജ്ജിന് പോകുന്നവരുടെ മനസ്സിൽ എനിക്കൊന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തെത്താമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ശിർക്കാണെന്നാണ് മുജാഹിദിന്റെ വാദം. അതേ സമയത്ത് ഖുർആൻ പറയുന്നത് എന്താണ്?
വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക്, തെറ്റ് ചെയ്തു പോയവർ ഓ നബിയെ തങ്ങളടുക്കൽ വരട്ടെ. നബി തങ്ങളടുക്കൽ പോകൽ പൂജയാണോ? ഖുർആൻ പറയുന്നു നബിയുടെ സമീപത്തേക്ക് അവർ വരട്ടെ. വന്നാ പോരാ, ഫസ്തഗ്ഫിറുല്ലാഹ്, നബിയുടെ സമീപത്ത് വന്നിട്ട് അവർ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കട്ടെ. വീട്ടിൽ നിന്ന് ചോദിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. നബിയുടെ സമീപത്ത് ചെന്നിട്ട് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കട്ടെ. എന്താണ്? അള്ളയല്ലേ പറയുന്നത്. അത് പൂജയായി പോകുന്ന പേടി അള്ളാഹ്ക്കില്ല. മുജാഹിദിന് വല്ലാത്തൊരു തൗഹീദ്, അള്ളാഹ് പഠിപ്പിക്കാത്തൊരു തൗഹീദ്. അള്ളാഹ് പറയുന്നത് ജാഊക്ക്, തങ്ങളടുക്കൽ അവർ വരട്ടെ. ഫസ്തഗ്ഫിറുല്ലാഹ്, എന്നിട്ട് അവർ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കട്ടെ. പോരാ, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്, വസലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, നബി തങ്ങളോട് റെക്കമെൻഡ് തേടുകയും ചെയ്യട്ടെ. നബിയുടെ സമീപത്ത് വന്ന് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നതിന്റെ പുറമെ അള്ളാഹുവിന്റെ റസൂലിനോട് അവർ ആവശ്യപ്പെടട്ടെ, അൻ യസ്തഗ്ഫിറ ലഹും, നബിയെ ഞങ്ങളെ ദോഷം പൊറുക്കാൻ തങ്ങളൊന്ന് പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യണേ, തങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ, തങ്ങളൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയണേ എന്ന് നബി തങ്ങളോട് അവർ ആവശ്യപ്പെടട്ടെ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതേ, എന്നിട്ട് റബ്ബ് പറയുന്നു അതിന്റെ പുറമേ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് റെക്കമെൻഡ് ചെയ്യുകയുമായാൽ, അപ്പൊ നബി തങ്ങളെ സമീപത്ത് പോകണം. പോയാ പോരാ, അവിടുന്ന് അല്ലാഹുവിനോട് മാപ്പ് പറയണം. പോരാ, നബി തങ്ങളോട് അതേ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടണം. എന്നിട്ട് റസൂലുള്ളാഹി അതിൽ ഇടപെടണം. അങ്ങനെ റസൂലുള്ളാഹിയും അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെ വന്നാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹു അവർക്ക് തെറ്റ് പുറത്തു കൊടുക്കുന്നവനായി എത്തിക്കാൻ കഴിയുമെന്ന് ഖുർആൻ. ഇതാണ് സുഹൃത്തുക്കളെ ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്, ബുഖാരി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ്, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദാണ്, മദീനയിലെ മഹാപണ്ഡിതനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മാലിക് ഇമാം തങ്ങൾ അംഗീകരിക്കാത്ത ഒരു ഹദീസ് പണ്ഡിതനും ഒരു ഖുർആൻ വ്യാഖ്യാതാക്കളും ഒരു ഫുഖഹാവും ഒരു പണ്ഡിതനും പിൽക്കാലത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അതാ ഗവർണറോട് പറയുന്നു, അബൂ ജഅഫറിൽ മൻസൂർ എന്ന ഗവർണറോട് പറയുന്നു, ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫീ ബിഹി, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിന്നോ, വസ്തശ്ഫീ ബിഹി, എന്നിട്ട് നബിയോട് ശഫാഅത്ത് തേടിക്കോ. വഖദ് ഖാല തആല, അതിന് ഖുർആൻ തെളിവാണ് ഗവർണറെ. വലൗ അന്നഹും യളമു അൻഫുസഹും എന്ന ഇപ്പോൾ ഞാൻ ഓതിയ ആയത്ത് തെളിവുദ്ധരിക്കുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം ശാഫിഈ മദ്ഹബിലെ ഇമാം നവവി തങ്ങളെ ഇളാഹിലും, അതേപോലെ ഹംബലി മദ്ഹബിലെ ഇബ്നു ഖുദാമയുടെ മുഗ്നിയിലും, അതേ മാലികി മദ്ഹബിലെ ഇബ്നുൽ ഹജ്ജ് തങ്ങളുടെ മദ്ഖലിലും, മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ഗുന്യത്തിലും, അതുപോലെ സുബ്ഹാനല്ലാഹ് എല്ലാ മദ്ഹബിലെയും ഇമാമിങ്ങൾ പച്ചയായി രേഖപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി റബ്ബിനോട് ചോദിക്കൽ സുന്നത്താണ്, നബിയോട് ശഫാഅത്ത് തേടേണ്ടതാണ്. പോരാ, മദീനയിൽ ചെന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പടുകൂറ്റൻ ജാറമുണ്ടല്ലോ, പച്ചക്കുബ്ബയുള്ള ജാറം, അതിന്റെ മുന്നിലുള്ള റൗണ്ട് പില്ലറുണ്ടല്ലോ, ആ പില്ലറിന്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചത് ഇപ്പോഴും പോയാൽ കാണാം 2 വരി പദ്യങ്ങൾ. എന്താണ് ആ പദ്യം? യാ ഖൈറ മൻദൂഫിൻ തീബിൽ ഖാഇ അളുമു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വല്ലകമു നഫ്സി ഫിദാഉൻ ലിഖബറിൻ അൻത സാകിനു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഇബ്നു കസീറിന്റെ തഫ്സീറിലടക്കം എല്ലാ കിതാബിലും പറഞ്ഞ പദ്യം. എന്താണ് ആ പദ്യം പറയുന്നത്? ഇവിടെ മറവ് ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും ഉത്തമരായ നബിയേ, ഇവിടുത്തെ ഖബറിൽ നിന്ന് പല സംഭാവനയും കിട്ടുന്നുണ്ടല്ലോ. ഓ നബിയേ, എനിക്ക് എന്റെ പാപം പൊറുക്കാൻ അവിടുന്ന് ശുപാർശ പറയണേ എന്ന അർത്ഥത്തിലുള്ള പദ്യം അവിടെ ഇപ്പോഴും സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചത് കാണാം. അതൊക്കെ ശിർക്കിന്റെ പട്ടികയിൽപ്പെടുത്തി പൂജയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കക്ഷികൾ അധപ്പതിച്ചു പോയാൽ ഇനിയൊരു അധപ്പതനം ബാക്കിയുണ്ടോ? ഹജറുൽ റസൂലിനെ ബഹുമാനിച്ചാൽ ശിർക്ക്, കഅബയെ ബഹുമാനിച്ചാൽ ശിർക്ക്, റൗളയെ ബഹുമാനിച്ചാൽ ശിർക്ക്, നബിതങ്ങളോട് തേടിയാൽ ശിർക്ക്, നബിതങ്ങളെ തവസ്സുലാക്കിയാൽ ശിർക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നതോ അതൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ ഖൈറായ പണിയാണ്. വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൻ ലഹ്. വേറൊരായത്തിൽ വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് തഖ്വയുടെ ഭാഗമാണ് എന്ന് ഖുർആൻ. അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്ന് മുജാഹിദുൽ ജമാഅത്ത് ഇസ്ലാമി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു നിശ്ചയിച്ച നിമിത്തങ്ങളെ തള്ളിക്കളയുന്നു, അതിനെ ചോദ്യം ചെയ്യുന്നു.
അത് ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ആശയമാണ്. മുസ്ലിമീങ്ങൾ അതിൽ പെട്ടുപോകും. അതേപോലെ ധാരാളം തെറ്റായ ആശയം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, സ്വർഗത്തിൽ നിങ്ങളെ മാളിക കണ്ട് എനിക്കതൊന്ന് കയറി കാണണമെന്ന് തോന്നി. അപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് ഒതുവെടുക്കുന്നു. ഞാൻ മനസ്സിലാക്കി, നിങ്ങളോടൊന്നും പറയാതെ നിങ്ങളെ കൂട്ടാതെ ഞാൻ ഒറ്റക്ക് കയറിയാൽ നിങ്ങൾക്ക് വെറുപ്പിടിക്കുമോ എന്ന് വിചാരിച്ച് കയറാതെ പോന്നതാ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടി അങ്ങ് കരഞ്ഞു. അലൈക അഗാറു യാ റസൂലല്ലാഹ്, എന്നെ സ്വർഗത്തിലേക്ക് നയിച്ചത് അള്ളാഹുവിൻ്റെ റസൂലല്ലേ, തങ്ങൾ കയറി എനിക്ക് വെറുപ്പിടിക്കുമോ? പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. അങ്ങനെ സ്വർഗത്തിലെ മാളിക, ബുഖാരിയിലെ ഹരീത, ഞാൻ എൻ്റെ വകയിൽ പറഞ്ഞല്ല, ഇവിടെ നിന്ന് കണ്ടതാണ് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ സ്വർഗത്തിലെ മാളിക. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറയാണ്, മഴ തീരെ കിട്ടാത്തതുകൊണ്ട് ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയി. അല്ലാഹ്, മുജാഹിദ് കേൾക്കണ്ട, ഇത് ഉമർ ഇബ്നുൽ ഖത്താബിനോടാ പറഞ്ഞു, ഉമർ മൗലവി കേൾക്കണ്ട. ഖബറിൽ പോയി. എന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ച്, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖിലി ഉമ്മതിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉമ്മത്തിന് മഴയില്ല, ഉമ്മത്തിന് മഴ വാങ്ങി തരണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഞാൻ സ്വപ്നം കണ്ടു, അടുത്ത് തന്നെ മഴ പെയ്യുമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ അതിന് 100% സപ്പോർട്ട് ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഒരക്ഷരം അതിനെതിരായി പറഞ്ഞില്ല. കാരണം ഉമർ റളിയല്ലാഹു അൻഹു തൗഹീദ് അറിയാം. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ച തൗഹീദാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തൗഹീദ്. ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാണ് സുന്നത്ത് ജമാഅത്തിന്റെ കയ്യിലുള്ള തൗഹീദ്. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരാൾ വന്നിട്ട്, നബി എൻ്റെ കണ്ണിന് കാഴ്ച വേണം. ക്ഷമിച്ചിരുന്നാ വളരെ കൂലിയിട്ടു. കൂലില്ല, അതും വേണം, കണ്ണിന് കാഴ്ചയും വേണം. എന്നാൽ പോയിട്ട് ഒതുവെടുത്തോ, നന്നായിട്ട് ഒതുവെടുത്തോ, 2 റകഅത്ത് നിസ്കരിച്ചോ. എന്നിട്ട് ഞാനീ പറയും പോലെ പറഞ്ഞോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി ഇടയാളനാക്കി പടച്ചവനെ ഞാൻ ചോദിക്കുന്നു. റസൂലുള്ളാഹിനെ ഇടയാളനാക്കി ചോദിക്കുക. ഏതുപോലെ? കഅബയെ സംബന്ധിച്ച് കഅബയുടെ അടുക്കൽ ഹജ്ജിന് പോയ ഒരാൾ അല്ലാഹുവിനോട് പറയാണ്, ഈ കഅബയെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, എൻ്റെ ദോഷം പൊറുക്കണേ, എൻ്റെ